അപ്പോൾ മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ കുറേ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങനെ നമ്മൾ കോമ്പറ്റീഷന് പോകുന്നതിൻ്റെ സമയത്ത് ട്രാക്കൊക്കെ ആദ്യമേ പോയി കണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? അവർ പോയി ജസ്റ്റ് നമ്മളൊന്ന് കാണിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഫൺ ഡ്രൈവിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കോമ്പറ്റീഷന് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഈ ഓർഗനൈസേഴ്സ് നമ്മളെ ട്രാക്ക് കാണിക്കും. ഇപ്പം ഡീസൽ ക്ലാസ്സിനാണെങ്കിൽ പല പല കാറ്റഗറീസ് ഉണ്ട്, ഡീസൽ, പെട്രോൾ, അങ്ങനത്തെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കാറ്റഗറി വിളിക്കുമ്പോൾ നമ്മളെ അവർ നടന്ന് നമ്മുടെ ട്രാക്ക് കാണിക്കും. ഇപ്പോൾ നമ്മളൊരു ഏരിയ ആയിരിക്കും, അവർ JCB വെച്ചിട്ടായിരിക്കും മോസ്റ്റ്ലി, പ്രൈവറ്റ് ലാൻഡാണ് അവർ ഉപയോഗിക്കുന്നത്. JCB ഒക്കെ വെച്ച് അവർ ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ ചരിഞ്ഞു പോകാനും കുഴിയും ഒക്കെ ആയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ കോഴ്സ് മൊത്തം നമ്മൾ നടന്ന് കാണിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ലോട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 50 വണ്ടി ഉണ്ടെങ്കിൽ 50 പേർക്കും ലോട്ട് എടുത്തിട്ടാണ് നമ്മുടെ ഓർഡർ, നമ്മൾ പോകുന്ന ഓർഡർ ഡിസൈഡ് ചെയ്യുന്നത്. ഞാൻ പോയിട്ട് ലോട്ട് എടുക്കുക, ഞാൻ 20 എടുത്താൽ എനിക്ക് 20ൽ പോകാം, ഫസ്റ്റ് എടുത്താൽ എനിക്ക് ഫസ്റ്റ് ഇറങ്ങേണ്ടി വരും. അങ്ങനത്തെ അതാണ് അതിൻ്റെ ഒരു നോർമൽ സംഭവം, ഒരു പ്രൊസീജിയർ. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ കാരണം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പൊ നമുക്കൊരു 10 അല്ലെങ്കിൽ 16 ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഓടിക്കാം, കാരണം നമുക്ക് മുന്നിൽ ഓടിച്ചവരുടെയൊക്കെ ജസ്റ്റ് കാണാൻ പറ്റുമല്ലോ. അതൊക്കെ എങ്ങനെയാ മാമിന് എങ്ങനെയും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഭയങ്കര സംഭവം? അതായത് ആ ലോട്ട് എടുക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ആർക്കാ ഒന്ന് കിട്ടുന്നതൊരു ഭയങ്കര സംഭവം. അപ്പോൾ എടുത്ത് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, ആർക്കാ ഒന്ന് കിട്ടുന്നത്. എനിക്ക് ഒരു പ്രാവശ്യം ഒന്ന് കിട്ടിയിട്ടുണ്ട്, 50 വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഞാൻ ഒന്ന് കറക്റ്റായിട്ട് കൊണ്ടത്. അപ്പോൾ എന്താ പ്രശ്നം അറിയും, ഫസ്റ്റ് എടുത്തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയില്ല എവിടെ എങ്ങനെ എടുക്കണം. നമ്മൾ കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ മണ്ണ് എങ്ങനെ ആക്ട് ചെയ്യും നമുക്കറിയില്ല. നമ്മൾ നമ്മുടെ ആ സ്ഥലം, നമ്മുടെ ആ മണ്ണ് എല്ലാം ഇതിൽ എന്താ പാർട്ടാണ്, ഫാക്ടറാണ്. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് പോകുന്ന ആൾക്കാർക്കും പാട്, കാരണം വെട്ടിയിട്ട് ആ ഫ്രഷ് ട്രാക്ക് അല്ലേ, നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഒബ്സ്റ്റക്കിൾസ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആവാം. ചില ട്രാക്സ് ഫസ്റ്റ് പോകുന്നത് ഈസി ആവാം. ഇതൊക്കെ നമ്മുടെ ടെറൈൻ അനുസരിച്ചിരിക്കും. ആ സമയത്ത് ആ മണ്ണും അവിടെ ചില മഴ പെയ്തിട്ടുണ്ടോ, അങ്ങനെ എല്ലാത്തിലും ആ ഒരു ഫാക്ടർ ഉണ്ട്. എല്ലാം ഓരോരോ ഫാക്ടേഴ്സാണ്. അപ്പോൾ മിക്കവാറും പക്ഷേ ഫസ്റ്റ് കിട്ടുന്നത് ഭയങ്കര പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഈ മണ്ണ് ആക്ട് ചെയ്യുക, നമുക്കറിയില്ല. ഞാൻ ഇതുപോലെ തന്നെ ഫസ്റ്റ് എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ട് നമുക്ക് ഒരു ടേൺ എടുക്കണമായിരുന്നു. അത് മൊത്തം ആ മണ്ണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കയറി വരാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ അവിടെ പോയി പെട്ടു. അവിടെ DNF ആയി, ഡിഡ് നോട്ട് ഫിനിഷ് എന്ന് പറയും, DNF. അപ്പം നമുക്ക് പിന്നീട് നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നമ്മൾ DNF എന്ന് പറയും, വിളിച്ചു കഴിഞ്ഞു, ആ ട്രാക്ക് അവിടെ അവസാനിക്കും. അപ്പോൾ പക്ഷെ എന്ത് പറ്റും, നെക്സ്റ്റ് വരുന്ന വണ്ടികൾക്ക് അങ്ങോട്ട് പോകണ്ട, അവർക്ക് മനസ്സിലായി അങ്ങോട്ട് പോയാൽ സ്റ്റക്ക് ആവും. അപ്പോൾ അവരാരും അങ്ങോട്ട് പോയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അതുകൊണ്ട് ഒന്ന് കിട്ടുന്നത് കുറച്ച് പാടാണ്. നമുക്കൊരു 10 or 12 ഒക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് കണ്ട് ഒന്ന് പഠിക്കാം. ഓരോ ഡ്രൈവേഴ്സ് എടുക്കുന്ന രീതി നല്ല രസമാണ്. നമുക്ക് അവർ ഓരോ രീതിയിൽ അവർ ഓരോ ആംഗിൾസ് ആയിരിക്കും എടുക്കുന്നത്. അത് കണ്ട് നമുക്ക് പഠിക്കാം. എങ്ങോട്ട് പോയാലാണ് പ്രശ്നം, എങ്ങോട്ട് പോയാലാണ്, അല്ലെങ്കിൽ ഇതുപോലെ എടുത്താൽ നല്ലതല്ലേ എന്നൊക്കെയുള്ള ഐഡിയാസ് നമുക്ക് കുറച്ചും കൂടെ കിട്ടും. പക്ഷെ ചില ട്രാക്ക് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓടിച്ച് ആ ട്രാക്ക് അങ്ങ് നശിയും. അപ്പോൾ നമുക്ക് എൻഡിൽ കിട്ടുന്നത് ഭയങ്കര പ്രശ്നമാണ്. നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിക്കുന്ന ട്രാക്സും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആ ദിവസത്തെയും നമ്മുടെ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ മാറ്റർ ചെയ്യും. നമ്മുടെ അന്നത്തെ നമ്മൾ പറയും ഇപ്പം ശരിക്കും ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന കുറേയൊക്കെ ലക്കും കൂടെ ഉണ്ട്. നമുക്ക് ആ അന്നത്തെ വെതർ, അന്നത്തെ നമ്മുടെ ടെറൈൻ എങ്ങനെയായിരിക്കും, നമ്മുടെ വണ്ടി, നമ്മുടെ സമയം, ലോട്ട് എടുത്ത് കിട്ടുന്നതൊക്കെ മാറ്റർ ചെയ്യും ഞങ്ങൾ പറയും. അങ്ങനെ അതാണ് കോമ്പറ്റീഷന് വരുന്നത്, അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിക്കാം, നമ്മുടെ ഇപ്പോൾ ഓരോ ട്രാക്കും എങ്ങനെ അത് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്, ഓരോ സ്ഥലത്തെയും ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും? അതെ, ഡെഫിനറ്റ്ലി. ഇപ്പോൾ ചിലയിടത്തെന്ന് വെച്ചാൽ ഈ നാച്ചുറൽ ടെറൈൻസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ റീസെന്റ് വാഗമണിൽ ഒരു ഇവന്റ് നടത്തിയിരുന്നു. യുണൈറ്റഡ് കേരള ഓഫ് റോഡേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി നടത്തിയ ഒരു പ്രോഗ്രാമാണ്. അത് ഇന്ത്യയിൽ നിന്ന് എല്ലാ വശത്തുനിന്നും ആൾക്കാർ വന്നിരുന്നു, ഗോവയിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ ആളുകൾ വന്നിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അത് കൂടുതൽ നാച്ചുറൽ ടെറൈൻ ആയിരുന്നു. അത് വാഗമണിൽ ഒരു ടി എസ്റ്റേറ്റിനുള്ളിലാണ് നടത്തിയത്. അപ്പോൾ അവർക്ക് എന്താ പറ്റുന്ന വെച്ചാൽ നാച്ചുറലി അങ്ങനത്തെ കുറേ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതൊന്ന് ട്വീക്ക് ചെയ്തിട്ട് നമുക്ക് ട്രാക്ക് തരായിരുന്നു. അതല്ലാതെ ചിലപ്പോൾ നമുക്ക് എറണാകുളത്തൊക്കെ വെച്ച് നടക്കുന്നതാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ടെറൈൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എടുത്തിട്ടാണ് JCB വെച്ചിട്ടാണ് അവർ ട്രാക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി ഇതായിരിക്കില്ല ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻറ്റ്. നാച്ചുറൽ ടെറൈനിൽ ഓടിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഒരു കൽമണ്ണ്, അങ്ങനത്തെ ആ മണ്ണും റോക്ക് ഉണ്ടാവും ചില സ്ഥലത്ത് അവർ വേണം വെച്ച് വെള്ളം ഒഴിക്കും. അപ്പോൾ കുറച്ചും കൂടെ സ്ലഷി ആവാനും ആ ഒരു പിറ്റ് ചിലപ്പോൾ ഇറക്കമായിരിക്കും, ആ പിറ്റ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവാൻ അവർ വെള്ളം കോരി ഒഴിക്കും. അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരുടെ ഇമാജിനേഷൻസും അവരവർ നമുക്ക് തരുന്ന എന്താ പറയുക ഒബ്സ്റ്റക്കിൾസ് ആണ്, നമുക്ക് തരുന്ന ചലഞ്ചസ് ആണ്. അപ്പോൾ അത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതെങ്ങനെ അവരെടുക്കണം എന്നുള്ളത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. സോ എല്ലാ ട്രാക്കും ഭയങ്കര ഡിഫറെൻ്റ് ആണ്.
ഈവൻ ചിലപ്പോൾ നമുക്ക് സെയിം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഷെർപ്പ ട്രാക്ക് കാക്കനാട് നടന്നിരുന്നത്, ആ കാക്കനാട് ഞാൻ നേരത്തെ ഓടിച്ചിട്ടുള്ളത് അതേ ട്രാക്ക്, പക്ഷെ ഇവരിട്ടിരിക്കുന്നത് വേറെ രീതിയിലാണ്. ഇപ്പം നാളെ അവർക്ക് വേറെ ഇതേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ട്രാക്ക് അവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. കാരണം ലാൻഡ് അല്ലേ, കുഴിക്കാം, നികത്താം, എന്ത് വേണേലും ചെയ്യാമല്ലോ. അപ്പോൾ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. ഇപ്പൊ മാം പറഞ്ഞു നമ്മുടെ ഈ ഓഫ് റോഡ് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പറ്റീഷൻ ആണ്, അത് നമുക്ക് ഫൺ എലമെന്റ് ആയിട്ട് എടുക്കാം. മാമിന് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഓഫ് റോഡിങ് എടുക്കാൻ ഇഷ്ടം ഏതാണ്? ഡെഫിനറ്റ്ലി ഫൺ റൈസ് ആണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. കാരണം എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ശരിക്കും കേരളത്തിൽ നമ്മളെല്ലാവരും വിചാരം കോമ്പറ്റീഷനാണ് ഓഫ് റോഡിങ്. അല്ല, ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ഓഫ് റോഡിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, അവർക്കൊക്കെ ജീവിതത്തിൻ്റെ പാർട്ടാണ് ഓഫ് റോഡിംഗ് എന്ന് പറയുന്നത്. എസ്റ്റേറ്റ്സ് ഉള്ളവരുണ്ട് ഇല്ലേ, ഒരുപാട് പേരുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു, ഇപ്പം സിറ്റിയിൽ താമസിക്കുന്നവർക്ക് അങ്ങനെ ഒരു ലക്ഷറി ഇല്ല എന്ന് ഞാൻ പറയും. നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ്, ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ള സ്ഥലങ്ങൾ കുറവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ ഇത് ഭയങ്കര റിലാക്സിങ് ആണ്. എനിക്കിങ്ങനെ ഒരു സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോയി നമ്മളൊരു മലയുടെ മേലെ കയറി ഇരുന്ന് നമ്മളവിടെ ചിലപ്പോൾ കുക്ക് ചെയ്ത് ഒന്ന് ചില്ലിയൊക്കെ ചെയ്ത് വരുന്ന ആ ഒരു സന്തോഷം വേറെ തന്നെ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. കാരണം നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വ്യൂസിലേക്കും നമുക്ക് ആ ഒരു ഹൈറ്റ്സിലേക്ക് നമുക്ക് ഈ വണ്ടിയിലേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകണം, അതിനുള്ളതില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ വണ്ടിയാണ് നമുക്ക് ഏറ്റവും, എനിക്കത് ഭയങ്കര ഒരു പവർ പോലെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, വി ക്യാൻ എക്സ്പ്ലോർ, ഇറ്റ് വിൽ ടേക്ക് ടു ദ പ്ലേസസ് ദാറ്റ് യു നെവർ ഇമാജിൻഡ്. കണ്ടും സൺറൈസ് കാണാം, സൺസെറ്റ്സ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഐ എൻജോയ് ദ മോസ്റ്റ്. പക്ഷേ അഗൈൻ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വേറൊരു ത്രില്ലാണ്, അതൊരു വേറൊരു റഷാണ് നമുക്ക് തരുന്നത്. പിന്നെ നമ്മുടെ സ്കിൽസ് കുറച്ചും കൂടെ നമുക്ക് പോളിഷ് ചെയ്യാം. ഇതിൽ പഠിച്ചത് നമ്മൾ കറക്റ്റ് ആണോ, എവിടെയാണ് ഞാൻ ട്രെയിനിങ് ഇനി എടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻട്രോസ്പെക്ട് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാനൊരു കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ എനിക്കതിന് പ്രൈസ് കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇത് കംപ്ലീറ്റ് ഇത് ചെയ്തത് ശരിയായില്ല, ഞാൻ അവിടെ വർക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും നമ്മളെ തന്നെ. അതിലാണ് ഞാൻ കോമ്പറ്റീഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെ മാം ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ? കാരണം മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ചെലവാണ്. എങ്ങനെയാണ് ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്? ഇത് ഭയങ്കര എക്സ്പെൻസീവ് സ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ നമുക്ക് ഈ പറയുന്ന വണ്ടികളെല്ലാം തന്നെ കോമ്പറ്റീഷൻ സ്പെക്ക് വണ്ടി എന്ന് പറയുന്നത് ഹൈലി മോഡിഫൈഡ് ആണ്, അത് റോഡ് വർത്തി അല്ല. നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് കോമ്പറ്റീഷൻസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കോമ്പറ്റീഷൻ സൈറ്റിലേക്ക് എത്തിക്കുന്നത് ഫ്ലാറ്റ് ബെഡ്സിലാണ്. നമ്മൾ ഒരിക്കലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകാറില്ല, അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. നമ്മളത് ഫ്ലാറ്റ് ബെഡ്സിൽ കൊണ്ടുപോയി ആ സ്ഥലത്ത് എത്തിയിട്ടാണ് നമ്മൾ. അപ്പോൾ അതിനൊരു കോസ്റ്റ് എന്തായാലും ഉണ്ട്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചിലപ്പോൾ എറണാകുളത്തായിരിക്കും, അല്ലെങ്കിൽ വാഗമൺ, അങ്ങനെ ആ ഒരു കോസ്റ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ രജിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ടാവും. ഇത് നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, ക്ലബ്സ് ആയിരിക്കാം, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൾക്കാരായിരിക്കാം, അവർക്കൊരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഡീസൽ ക്ലാസ്സിന് വേണമെങ്കിൽ ചിലപ്പോൾ 5,000 to 6,000 ഈവൻ 10,000 മേടിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആ രജിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് കോസ്റ്റ്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും റിപ്പയർസ് വരാം, നമ്മൾ ഓടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ പോലെ റിപ്പയർ വരാം, അതിൻ്റെ കോസ്റ്റ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ആക്ച്വലി വെരി എക്സ്പെൻസീവ്. അതാണ് നമുക്കുള്ളൊരു ബാരിയർ. ഇപ്പോൾ നമ്മളെപ്പോലെ ഇപ്പോൾ ഞാൻ എന്നെ കാണുന്നത് ശരിക്കും ഞാൻ വർക്കിംഗ് ഒരാളാണ്. അപ്പം ഒരു റെഗുലർ 9 to 5 ചെയ്യുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ അഗൈൻ നമ്മുടെ പാഷനെ ഫ്യൂൽ ചെയ്യാൻ നമുക്ക് സേവ് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു മാസത്തിൽ 5 കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് 5 ഇറങ്ങാൻ ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ഐ സേവ്. എനിക്ക് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യും. എനിക്ക് ഓക്കെ ഇത് എനിക്ക് ചെയ്താൽ കൊള്ളാം, ഞാൻ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ എൻ്റെ കോമ്പറ്റീഷൻസ് ഞാൻ മാനേജ് ചെയ്യുന്നത്, എൻ്റെ ലൈഫും എൻ്റെ ഇതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ. പിന്നെ അഗൈൻ വണ്ടി പാർട്ട്ണർഷിപ്പിലാണ്, അപ്പോൾ അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലെ കാര്യം അതുപോലെ മാമിന്റെ വർക്ക്, ഓഫ് റോഡ് റൈഡിങ്, എങ്ങനെയാണ് ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്ത് പോകുന്നത്? കുറച്ച് നല്ല രീതിയിൽ ഓടുന്നുണ്ട്. 7 ദിവസം ഓടുന്ന ഒരു രീതിയുണ്ട്. കാരണം എനിക്ക് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ഉണ്ട്. ഫ്രൈഡേ നൈറ്റ് തൊട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കും. നമ്മുടെ ട്രെയിനിങ്സ് ആണെങ്കിലും നമ്മുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വരുവാണെങ്കിൽ ഫ്രൈഡേ നൈറ്റ് തുടങ്ങും, അല്ലെങ്കിൽ സാറ്റർഡേ ഏർലി മോർണിംഗ്. പിന്നെ സൺഡേ നൈറ്റ് വരെ നമ്മൾ അതിൻ്റെ പുറകെ പോകും. മൺഡേ മോർണിംഗ് ഐ ബി ബാക്ക് ടു വർക്ക്. ചിലപ്പോൾ നേരെയൊക്കെ വർക്കിന് പോയിട്ടുണ്ട്. മൺഡേ ഏർലി മോർണിംഗ് എണീച്ച് നേരെ വർക്കിന് പോയിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ അതൊരു ക്രേസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. കൂടെ പറ്റുന്നിടത്തോളം പോവുക എന്നുള്ളതാണ്. രണ്ടും കുറച്ച് ബാലൻസ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ. അപ്പം മാമിനെ സ്ട്രോങ് ആയി നിർത്തുന്ന ആ ഒരു എന്തായിരിക്കും, ആ ഒരു പവർ എന്തായിരിക്കും? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഓഫ് റോഡിൽ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് അതിലേക്ക് വരും. ഈ ഒരു സ്പോർട്ടിൻ്റെ ഗുണം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മൾ അതിൽ പോവും. എന്താ പറയുക, എന്ത് ഒബ്സ്റ്റക്കിൾ ആണെങ്കിൽ വിൽ ക്രോസ് ഇറ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അത് ട്രാക്കിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ശരിക്കും ആപ്ലിക്കബിളായി തുടങ്ങും. വിൽ ബി മോർ കോൺഫിഡൻറ്റ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഐ എം മോർ കോൺഫിഡൻറ്റ്. എനിക്കിപ്പം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഐ ബി ലൈക്ക്
ഐ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് ഇസ്, ഐ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്. ഞാനത് എങ്ങനെയെങ്കിലും ഐ ഫൈൻഡ് എ വേ ഔട്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ എനിക്ക് ഉള്ളത്. അപ്പോൾ അത് ഹാസ് ആക്ച്വലി ഹെൽപ്പ് മി എ ലോട്ട്. പിന്നെ ഒബ്വിയസ്ലി ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എന്തായാലും തന്നെ ഉണ്ട്, അത് നല്ലോണം ഉണ്ട്. പിന്നെ എൻ്റെ ക്ലബ്ബും വളരെ സപ്പോർട്ടീവാണ്. അപ്പം അങ്ങനെ എല്ലാം കൂടെ ചേരുമ്പോൾ എന്താ പറയുക, നമ്മളത് ബാലൻസ് ചെയ്ത് പോകണു എന്നുള്ളതാണ്. പിന്നെ ഞാൻ എല്ലാത്തിലും പറയാനുള്ളതാണ് ഈ ബ്ലൂ വെയിൽ. അപ്പോൾ ആ ഒരു സ്റ്റോറി എങ്ങനെയാണ്? ബ്ലൂ വെയിൽ ഒരു ശരിക്കും പഴയ ജീപ്പാണ്. പഴയ ജീപ്പ് അവർ കോമ്പറ്റീഷൻ സ്പെക്ക് ആക്കി സാം കുര്യൻ തന്നെ സ്കിൽഫുള്ളി അത് ക്രാഫ്റ്റ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ വണ്ടിയാണ്. ആ വണ്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ട് ക്ലബ്ബിൽ വരുമ്പോൾ അവിടെ ഒരു ക്ലബ്ബിലെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ സാം പറഞ്ഞു ഒന്ന് ഓടിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വണ്ടി കയറുന്നതും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ സ്ലഷിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അപ്പോഴാണ് നല്ല മഴയുള്ള സമയമാണ്. ആ സമയത്ത് എനിക്കൊരു ഈ പറഞ്ഞ പോലെ ആ വണ്ടിയോട് ഒരു അറ്റാച്ച്മെന്റ് വന്നു. ഒബ്വിയസ്ലി ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഓടിച്ചതിൻ്റെ ആയിരിക്കാം എനിക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പാഷനുള്ള ആ മൊമെന്റ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോഴും ബട്ടർഫ്ലൈസ് ആണ് ആ ഒരു ഫസ്റ്റ് ടൈം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം. അപ്പോൾ എനിക്ക് ആ വണ്ടിയോട് ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 മന്ത്സിനുള്ളിൽ തന്നെ സാം കുര്യൻ വാസ് ആക്ച്വലി സെർച്ചിങ് ഫോർ ഒരു പാർട്ട്ണറെ കിട്ടിയിരുന്നെങ്കിൽ ഇത് ചെയ്യാം എന്നുള്ളൊരു, അതായത് ഇത് അപ്പോൾ അതപ്പോൾ കോ ഓണർഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഞാൻ അന്ന് അത് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, അപ്പോൾ എൻ്റെ ട്രെയിനിങ്സ് ഒക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഹി വാസ് ഹെൽപ്പിംഗ് മീ ഈ ഇതിൽ ട്രെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്തെങ്കിലും വിൽക്കുകയാണെങ്കിൽ എന്നോടൊന്ന് പറയണേ എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കേർട്ടസിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പാർട്ട്ണർ വന്നിട്ടുണ്ട്, ഞാനിങ്ങനെ ബ്ലൂ വെയിൽ 50% പാർട്ട്ണർഷിപ്പിൽ വെക്കുകയാണ്, ഐ ജസ്റ്റ് വോണ്ട് ടു ഇൻഫോം യു ബിക്കോസ് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സമയം തരാമോ, ഞാൻ ഒന്ന് നോക്കട്ടെ, ഒന്ന് ഹോൾഡ് ചെയ്യുമോ, ഞാനൊന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഫോൺ കട്ട് ചെയ്ത് നേരെ ഞാൻ എൻ്റെ ഫിനാൻസസ് ഒക്കെ ഒന്ന് നോക്കി ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ ആക്ച്വലി ഹസ്ബൻഡിനെ വിളിച്ച് ചിരിക്കാൻ തുടങ്ങി. ഞാൻ ബ്ലൂ വെയിൽ സെയിലാണ് എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. അപ്പം അഖിൽ വെച്ച് എന്താ ഒപ്പിച്ചത്, നീ മേടിച്ചോ? ഞാൻ പറഞ്ഞു ഞാൻ മേടിക്കാൻ പോവാ, ബിക്കോസ് ഐ ഡെൻറ്റ് വോണ്ട് ടു ലീവ് ദാറ്റ്. എനിക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആ വണ്ടിയുടെ ഒരു സ്പെഷ്യൽ ഇതുണ്ടായിരുന്നു. സെക്കൻഡ് തിങ് ഈസ് വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഞാൻ പറഞ്ഞില്ല നേരത്തെ, എന്നെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തിയിരിക്കുക, എൻ്റെ അച്ഛൻ എന്നെ ആ രീതിയിലാണ് വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും വേറൊരു വണ്ടിയിൽ ആ കോൺഫിഡൻസിൽ എനിക്ക് ഓടിക്കാൻ പറ്റില്ല. എൻ്റെ വണ്ടി എനിക്കും കൂടെ അതിലൊരു ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ എനിക്കതിൽ ധൈര്യമായി ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വേറൊരാളുടേത് ഞാൻ മേടിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഐ എം നോട്ട് യൂസ് ടു ദാറ്റ്. എനിക്കെപ്പോഴും ഓക്കെ പറ്റില്ല, നമുക്കായിട്ട് വേണം, എനിക്ക് പഠിക്കണം, എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും, എന്തെങ്കിലും പറ്റി പോകുന്നുള്ളൊരു പേടിയില്ല. നമ്മുടെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ട്. എനിക്ക് ഇനിയും ട്രെയിൻ ചെയ്യണം, എനിക്ക് ഇനി ഇതിൽ പഠിക്കണം എന്നുണ്ട്. സോ ഐ ന്യൂ ദിസ് വാസ് നീഡഡ് ഫോർ മീ. എനിക്കത് അങ്ങനെ ഒരു വണ്ടി ഉണ്ടെങ്കിലേ ഞാൻ ഇനി ഇതിലേക്ക് മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ലൈക്ക് ദിസ് ഇസ് ദ പെർഫെക്റ്റ് തിങ്. എനിക്ക് വേറൊരു വണ്ടി എടുത്ത് പണിയുന്നതിലും ഇതിനോട് എനിക്ക് കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റും ഉണ്ട്. വൈ നോട്ട് എന്നുള്ള രീതിയിൽ ഞാൻ നേരെ സാമിനെ വിളിച്ചു പറഞ്ഞു, ഇസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ബി യുവർ പാർട്ട്ണർ, അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ഇറ്റ് വാസ് മോർ ദാൻ ഹാപ്പി ബിക്കോസ് അപ്പോൾ ക്ലബിൽ ആദ്യമായിട്ടൊരു ലേഡി വരുന്നു, ഷീസ് ഇൻവെസ്റ്റിംഗ് ഓൺ എ 4x4, ദേ വർ ഓൾ വെരി ഹാപ്പി. അങ്ങനെയാണ് എനിക്കൊന്ന് ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് 3 months തന്നെ ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. Now we are co-owners Blue Whale. Blue Whale is still very close to my heart. Yeah, very close to my heart. And അതിലാണ് ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ട്രെയിനിങ് ഇപ്പോൾ ശരിക്കും കോമ്പറ്റീഷൻ വണ്ടികളിലെന്ന് പറയുന്നത് നമുക്കൊരു വളരെ പേഴ്സണൽ എന്താ പറയുക ഒരു പൊസഷൻ എന്നൊക്കെ പറയാം. അത് ഏത് കോമ്പറ്റീറ്ററിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചാലും ഓഫ് റോഡറിൻ്റെ അടുത്ത് ചോദിച്ചാലും മനസ്സിലാവും, അവർ കൊടുക്കില്ല വണ്ടി. ഇപ്പോൾ എന്താ പറയുക ഒന്ന് മാറ്റിയിടാൻ പോലും നമ്മൾ കീ കൊടുക്കില്ല. കാരണം അത് നമുക്ക് പേഴ്സണലാണ് വണ്ടി എന്ന് പറയുന്നത്. നമുക്ക് അതൊരു ഭ്രാന്താണ് അതിനോട്. പക്ഷെ നമ്മൾ പിന്നെ ഈ ട്രെയിനിങ്ങിന് എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ചാൽ ദാറ്റ് വാസ് റിക്വയർഡ്. കാരണം അത്രയും പേര് ഇതിലേക്ക് പാഷനേറ്റ് ആയിട്ട് നമുക്കൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ വേറൊരു വണ്ടി എടുത്ത് പണിയാന്ന് പറയുന്നത് എക്സ്പെൻസീവാണ്. സോ നമ്മൾ വിചാരിച്ചു ഓക്കെ ബ്ലൂ വെയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സെഷനിൽ തന്നെ ഇറ്റ് വാസ് വെരി ഫുൾഫില്ലിങ്. അത് കഴിഞ്ഞിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ ഉണ്ടല്ലോ നമ്മൾ വിവർ ഇൻ ടിയേഴ്സ്. കാരണം ഒരുപാട് ആളുകൾ, ഒരുപാട് പേഴ്സണൽ ട്രോമ ഉള്ളവർ, വണ്ടി പല റീസൺസ് വെച്ചിട്ട് ഓടിക്കാൻ പറ്റാത്തവർ, പേടി തട്ടിയിട്ട് ചിലപ്പോൾ ആക്സിഡൻസ് ആവാം, അങ്ങനത്തെ പേടികൾ തട്ടിയ ആൾക്കാർ വന്നിട്ട് ഇത് കഴിയുമ്പോൾ അവർ ദേവറാൾ എന്താ പറയുക അത്രയും മൂവ്ഡ് ആയിരുന്നു. അയ്യോ നമുക്ക് അത്രയും വലിയ എക്സ്പീരിയൻസ് ആയി, ഇപ്പം എനിക്ക് കോൺഫിഡൻസ് വന്നു, ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വി അണ്ടർസ്റ്റുഡ് ആ ഒരു ചേഞ്ച് ഇല്ലേ, വേറൊരാളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് മനസ്സിലായി. നമ്മളെല്ലാവരും തന്നെ ഭയങ്കര ഒരു ഇമോഷണൽ ഇതിലേക്ക് പോയി. അപ്പം നമുക്ക് മനസ്സിലായി ഓക്കെ ലെറ്റ്സ് ഡു ദിസ്.
ഇപ്പൊ മാം ട്രെയിൻ ചെയ്യുന്നുണ്ട് പറഞ്ഞു, എങ്ങനെയാണ് മാം? ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചാണ്? അങ്ങനെയില്ല, നമുക്ക് 2-3 കോഴ്സ് ഉണ്ട്, അതായത് 2-3 ട്രാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, തിയറി കൊടുക്കുന്നുണ്ട്. സ്ട്രിക്റ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആണ് നമ്മൾ എല്ലാവരും തന്നെ. ലീഡ് കോച്ച് എന്ന് പറയുന്നത് സാം കുര്യൻ തന്നെയാണ്, പിന്നെ ഞാനുണ്ട്, പോൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അങ്ങനെ കുറച്ച് കോച്ചസ് ഉണ്ട്. നമ്മൾ കുറച്ച് ഫോളോ ചെയ്യും, റൂൾസ് ഫോളോ ചെയ്തിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത് ഒരു റിസ്ക് ഉണ്ടല്ലോ, ഇതിൽ റിസ്ക് എലമെന്റ് ഉണ്ട്. വി ആർ ഓൾവേസ് കെയർഫുൾ. നമ്മൾ അവരുടെ അടുത്ത് പറയും ഷൂസ് ഇടണം, പാൻസ് മസ്റ്റാണ്, അങ്ങനത്തെ കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അത് കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ചില്ല് ചെയ്യുമെങ്കിലും ഡ്യൂറിങ് ദാറ്റ് കോഴ്സ് വി ആർ വെരി സ്ട്രിക്റ്റ്. കാരണം നമ്മുടെയും കൂടി ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റിയാണ്. അവർ സേഫ് ആയിട്ടിരിക്കണം, നമുക്ക് വണ്ടി സേഫ് ആവണം, എന്നാലേ അടുത്ത ആൾക്ക് ഓടിക്കും. നമ്മൾ 10 പേരെ എടുക്കുകയുള്ളൂ ഒരു സെഷനിൽ, ഈ 10 പേരും ഓടിക്കണമല്ലോ, അപ്പോൾ വണ്ടി സേഫ് ആയിരിക്കണം, അവർ സേഫ് ആയിരിക്കണം. സോ വി ആർ വെരി സ്ട്രിക്റ്റ് ഓൺ ദാറ്റ് ആ കാര്യത്തിൽ. ഇപ്പൊ നമ്മൾ കോമ്പറ്റീഷൻ ഒക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് മാം? ലേഡീസ് ജെന്റ്സ് അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടോ, അതോ ഒരുമിച്ചിട്ടാണോ ഈ കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുക്കുന്നത്? കോമ്പറ്റീഷൻ ശരിക്കും ലേഡീസ് കാറ്റഗറി ഐഡിയലി വേണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഇതിൽ ആളുകൾ കുറവാണ്, ലേഡീസ് ഈ ഒരു കാറ്റഗറിയിൽ കുറവാണ് വരുന്നത്. കാരണം ഇത് ട്രാക്ക് ഒരെണ്ണം ഉണ്ടാക്കണം, അതിനുള്ള സമയം വേണം, പ്രൈസ് മണി കൊടുക്കണം, ട്രോഫി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഫീസിബിൾ അല്ലാന്ന് തോന്നുന്നതുകൊണ്ടാവാം അവരത് എടുക്കാറില്ല. നമ്മുടെ ക്ലബ്ബ് നടത്തിയപ്പോൾ നമ്മൾ വെച്ചിരുന്നു. കാരണം ചിലർ അങ്ങനെ മാൻഡേറ്ററി ആയിട്ട് വെക്കും, കാരണം ഈ ലേഡീസ് ഇതിലേക്ക് വരട്ടെ എന്ന് ഓർത്തിട്ട്. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി ആക്ച്വലി. പക്ഷേ മിക്കവരും തന്നെ മെജോറിറ്റി കോമ്പറ്റീഷൻസ് ലേഡീസ് ക്ലാസ് ഉണ്ടാവാറില്ല, കാരണം അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഡീസൽ ക്ലാസ് ആണ്. ഡീസൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ എല്ലാ ഡീസൽ വണ്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാറ്റഗറി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നാഷണൽ ചാമ്പ്യൻസും ഒക്കെ ഉണ്ട് അതിൽ. അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ല ഞാൻ കയറുന്നത്. ഈ ഒരു ട്രാക്ക് ഡിസൈൻ ചെയ്യുന്നത് ഈ പറഞ്ഞ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുക. അത് നല്ലോണം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞാൽ ദാറ്റ്സ് ലൈക്ക് മൈ ഗോൾ. ഞാൻ അത് വിൻ ചെയ്തു എന്നുള്ളതാണ് എനിക്കൊരു സന്തോഷം. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോമ്പറ്റീഷനിൽ മാം പറഞ്ഞു 2 കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ അത് ഈ 2 കാറ്റഗറിയിലും മാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് മാം വിൻ ചെയ്തിട്ടുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അപ്പോൾ ഞാൻ ലേഡീസ് കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് പറഞ്ഞ യുണൈറ്റഡ് കേരള ഓഫ് റോഡേഴ്സിലുണ്ടായിരുന്നു, അതിൽ ലേഡീസിൽ ഫസ്റ്റ് കിട്ടി. ജെൻസിൽ അങ്ങനെ ഞാൻ ഒരു കാറ്റഗറി ഇത് നോക്കാറില്ല, വിന്നിങ് ഇത് നോക്കാറില്ല. എങ്കിലും ഞാൻ 24th 25th ആണെന്ന് തോന്നുന്നു ആ ഒരു റാങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കോമ്പറ്റീഷൻസ് ആകുമ്പോൾ വിന്നിങ് ലൂസിങ് ഒക്കെ ഇതാണ്. ലേഡീസ് കാറ്റഗറി ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാറുണ്ട്, സെക്കൻഡ് വരും, ഫസ്റ്റ് വരും. ഡീസൽ കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എനിക്ക് ഇതുവരെ അങ്ങനെ വിൻ ചെയ്തിട്ടില്ല ഞാൻ ഡീസൽ കാറ്റഗറിയിൽ. കാരണം അത്രയും എക്സ്പേർട്സിന്റെ കൂടെയാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അതൊന്ന് ഞാനപ്പോൾ വരുമ്പോൾ തന്നെ എല്ലാവരും പറയും ഞാൻ എന്നെ കോമ്പറ്റീറ്റർ ആയിട്ട് അങ്ങനെ പറയാൻ പോലും എനിക്കിപ്പോൾ ചിലപ്പോൾ ചമ്മല. ഞാൻ പറയും ഞാൻ ഒന്ന് ഓടിച്ച് പൊക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകും. ആൻഡ് അവരൊക്കെ വളരെ സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് വന്ന പോലെയല്ല, ഇപ്പോൾ എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവ്. എല്ലാവർക്കും സന്തോഷമാണ് നമ്മൾ വരുമ്പോഴും. എന്താ വരാഞ്ഞെന്ന് ചോദിക്കും, വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിശേഷമൊക്കെ ചോദിക്കും, എങ്ങനെയാ ചെയ്യണേ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാലും വന്ന് എവിടെയാ തെറ്റ് പറ്റിയ അല്ലെങ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഇപ്പോൾ വളരെ സപ്പോർട്ടീവാണ് എല്ലാവരും തന്നെ. ഓഫ് റോഡ് ഫ്രട്ടേണിറ്റിയിൽ എല്ലാവരും തന്നെ വളരെ സപ്പോർട്ടീവാണ്. സോ അങ്ങനത്തെയൊക്കെ കുറച്ചൊക്കെ എൻകറേജ്മെന്റ് കൊടുത്താൽ എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരും. ഇണ്ട് ആളുകളുണ്ട്, ഇപ്പം എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം കുറച്ചും കൂടെ ഒക്കെ ബാലൻസ് ചെയ്ത ആൾക്കാർക്ക് വരാവുന്നതേ ഉള്ളൂ. ഇപ്പൊ മാം വന്നത് കഴിഞ്ഞിട്ട് മാമിന് തോന്നുന്നുണ്ടോ ഇതിൽ എന്തെങ്കിലും ഇപ്പൊ സ്ത്രീകൾ കൂടി തുടങ്ങിയെന്നോ അതോ കുറവാണെന്നാണോ? എന്താണ് മാമിന്റെ ഒരു കാൽക്കുലേഷൻ? സെയിം സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പം ആദ്യം പെട്ടെന്നൊരു സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ പിന്നെയും വരും. പക്ഷെ എന്താണെന്ന് അറിയാം, ഇതിപ്പം ലേഡീസിന്റെ മാത്രം കുറ്റം എന്നാ ഞാൻ പറയില്ല. ഇതിലേക്ക് ഇൻട്രസ്റ്റ് വരുന്ന കുറച്ച് ഇതൊരു ഗ്ലാമറസ് ഒരു സംഭവമല്ല. ലോട്ട് ഓഫ് സൺ, നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും സൺ ടാൻഡ് ആണ്, നമ്മൾ ചെളിയിലാണ്, മണ്ണിലാണ്. ഇറ്റ്സ് നോട്ട് പ്രിറ്റി. നമ്മളിപ്പം ഇങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ നമ്മൾ കൊള്ളാൻ ഭയങ്കര സംഭവമാണ്. പക്ഷെ ഒരു ദിവസം ഒരു ട്രാക്കിൽ വന്ന് നിന്നാൽ മനസ്സിലാവും അവിടുത്തെ അവസ്ഥ. കാരണം നമ്മൾ രാവിലെ ഒരു 6:37 നമ്മൾ ഇത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി എപ്പോഴാണോ ട്രാക്ക് തീർന്നത് അപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള വാഷ്റൂം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. നമ്മൾ ലേഡീസ് ആകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ഹൈജീൻ പ്രശ്നങ്ങളുണ്ടാവാം. നമുക്ക് അതിനൊന്നും ഒരു പ്രൊവിഷൻ ഇല്ല. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ ആ ടൈമൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? എനിക്കറിയാം, നമ്മൾ പണ്ടൊക്കെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ബോഡി അതോടെ അഡ്ജസ്റ്റ് ആയി തോന്നുന്നു. ഞാൻ രാവിലെ പോയ പിന്നെ എപ്പോഴാണ് എന്റെ ട്രാക്ക് ചെയ്യുന്നത് അപ്പോഴാണ് ഞാൻ ഒന്ന് ഫ്രഷനപ്പ് ആവുന്നത്. അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി വേറൊരു ഇല്ല, നോ ഓപ്ഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും അത് ചിലപ്പോൾ എന്താ പറയുക അതിനോട് അഡ്ജസ്റ്റ് ആയി വരണം എന്നില്ല. എല്ലാവർക്കും ആ ചൂടത്ത് വന്ന് നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവരില്ല. ഉള്ളവരുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. അതുകൊണ്ടാവാം എന്ന് പറയുന്നു.
ഇപ്പൊ ഈ നമ്മുടെ ഈ ഓഫ് റോഡിൽ മീൻസ് പഠിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് സ്ത്രീകളുണ്ടാവും. പക്ഷെ അവർക്ക് പല കാരണങ്ങൾ കൊണ്ടും വരാൻ സാധിക്കില്ലല്ലോ. പക്ഷെ അവരോടൊക്കെ മാമിന് എന്താണ് പറയാനുള്ളത്? നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കൊള്ളാലോ എന്ന് വിചാരിക്കും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, അത് നമ്മൾക്ക് പറ്റുന്നതാണോ, നമുക്കത് ഇൻട്രസ്റ്റ് ഉള്ളതാണോ എന്ന് നോക്കുക. ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി വർക്ക് ടുവേർഡ്സ് ഇറ്റ്. കാരണം എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും അതിൻ്റെ ആപ്റ്റ് ആള് ടു പറയാൻ. കാരണം എന്താണെന്നറിയോ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് എന്താ പറയുക, ഞാൻ കംഫർട്ടബിളി ഇരുന്നിട്ട് ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് ഉണ്ടായിട്ട് ചെയ്യുന്ന ഒരാളുമല്ല. അപ്പം എല്ലാവരും പറയും, ചിലപ്പോൾ എന്നെ പേഴ്സണലി അറിയാത്തവർ പറയും ഭയങ്കര റിച്ച്, അങ്ങനെ എനിക്ക് കമൻസ് വരാറുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇതുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ വരാൻ പറ്റുന്നു. എനിക്ക് ലോൺ ഉണ്ട്, എനിക്ക് എൻ്റെ ബ്ലൂ വെയിൽ എന്ന് പറയുന്ന വണ്ടി ഞാൻ എടുത്തത് ലോൺ എടുത്തിട്ടാണ് എടുത്തത്. അപ്പം എന്താ പറയുക, നിങ്ങൾക്കൊരു പാഷനുണ്ട്, നിങ്ങൾക്കത് ഫ്യൂൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബി ഇൻഡിപെൻഡൻറ്റ്, നിങ്ങൾക്ക് ജോലി കാര്യങ്ങളൊക്കെ നോക്കുക ആൻഡ് ഡു ഇറ്റ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ ഒരു പവർ ഉണ്ട് അല്ലേ, നമുക്ക് തന്നെ നമുക്കൊരു ധൈര്യമുണ്ട്, നമുക്ക് വേറെ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് വർക്ക് ചെയ്യുക ആൻഡ് മേക്ക് യുവർ സെൽഫ് എ പ്രയോറിറ്റി ആൻഡ് ഡോണ്ട് ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ, ഡു ഇറ്റ്. അല്ലാണ്ട് നമ്മൾ അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും. ഇപ്പം ഞാൻ ഇനീഷ്യലി ഇതിൽ വന്നപ്പോൾ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്, പുച്ഛം കേട്ടിട്ടുണ്ട്, കമൻറ്റ്സ് ആണ് ഓൾ പോസിബിൾ വൾഗാരിറ്റീസിൽ ഞാൻ കമൻറ്റ്സ് കേട്ടിട്ടുണ്ട്. കാരണം ഇത്രയും ആണുങ്ങളുടെ ഇടയിലേക്കാണ് വരുന്നത്. അപ്പോൾ യു ക്യാൻ എക്സ്പെക്ട് എവറിഥിങ്. പക്ഷേ അത് കേട്ടോണ്ട് ഞാൻ ഇരുന്നെങ്കിൽ ഞാൻ ആ 2019 ഇത് വിട്ടിട്ട് പോയേനെ. എനിക്കത് വിഷയമല്ല, അങ്ങനെ നിങ്ങളും വിഷയമല്ലാതെ വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഡു ഇറ്റ് അറ്റ് യുവർ ഓൺ പേസ്. അല്ലാണ്ട് ധൃതി പിടിച്ച് നമുക്കിങ്ങനെ അത് അല്ല, വണ്ടി എടുക്കണോ വണ്ടി എടുക്കുക, പയ്യെ നിങ്ങൾ സേവ് ചെയ്യുക, പണിയുക, ഒരു ധൃതിയില്ല. നമ്മൾ നമ്മുടെ പേസിൽ പോവുക. നമ്മൾ വേറെ ആൾ നോക്കിയിട്ട് അയ്യോ ഇത്രയും കോമ്പറ്റീഷൻ ഒന്നും വേണ്ട, നമ്മൾ നമ്മുടെ പേസിൽ പോവുക എന്നുള്ളത് മാത്രമാണ്. അത് ബാക്കിയുള്ളവർക്ക് എന്ത് പറയണം എന്നുള്ളത് അത് അവരുടെ കുറ്റമാണ്. നമ്മൾ നമ്മുടെ രീതിയിൽ അങ്ങ് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓഫ് റൈഡിങ്ങിൽ ഇനി പുതിയ പ്രതീക്ഷകൾ മാമിൻ്റെ എന്തൊക്കെയായിരിക്കും? എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടി നാഷണൽ ഇവൻറ്റ്സിൽ പങ്കെടുക്കണം എന്നുണ്ട്. RFC എന്ന് പറയുന്നത് എൻ്റെ അൾട്ടിമേറ്റ് ഗോളാണ്. ഇപ്പോൾ പറയുന്ന പോലെ ഇത്രയും എക്സ്പെൻസീവ് ആണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കും കുറച്ച് സമയം വേണ്ടി വരും. അപ്പം അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ. ഇനിയും കൂടുതൽ എന്താ പറയുക, നാഷണൽ ഇവൻറ്റ്സിന് പോവുക, ലോക്കൽ ഇവൻറ്റ്സിന് പോവുക, അതൊക്കെ എനിക്ക് ആഗ്രഹം. പിന്നെ ട്രെയിനിങ് നല്ല രീതിയിൽ നടത്തണം, കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ട്. കാരണം ഇപ്പം ഇന്ത്യയിലാണെങ്കിലും നല്ല സ്കോപ്പുള്ളൊരു കാര്യമാണ്, അധികം ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അതും കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ട്, ട്രാവൽ ചെയ്യണം എന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ സന്തോഷം. ഇപ്പൊ മാം സക്സസ് ആയി നിൽക്കുന്ന ഒരു വുമണാണ്. അപ്പോൾ ഇനിയിപ്പോൾ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീകൾക്ക് മാം കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഞാൻ സക്സസ് ആയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഐ എം കോൺസ്റ്റന്റ്ലി വർക്കിംഗ് ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ ദാറ്റ് ഇസ് ദ കീ. അപ്പോൾ നമ്മൾ ഒരു പോയിന്റിലേക്ക് എത്തിയില്ലെങ്കിലും നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സ്. അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ ഗോൾസ് അച്ചീവ് ആയോ എന്ന് വെച്ചാൽ അച്ചീവ് ആയിട്ടില്ല, ഇപ്പോഴും ഞാൻ സക്സസ്ഫുള്ളേ അല്ല. പക്ഷേ ഐ എം നോട്ട് റെഡി ടു ഗിവ് അപ്പ്. സോ ആ ഒരു ആംഗിളിലേക്ക് പോകണം എന്നാണ്. ആൻഡ് ദർ ആർ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലേഡീസ് എന്ന് പറയുന്നത് കുറേ പേര് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ എടുത്തു പറയേണ്ട ഒരു ആളുണ്ട്, എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളുണ്ട്, ദീപ ചേച്ചി എന്ന് പറയും. ദീപ ചേച്ചി ശരിക്കും ആംബുലൻസ് ഓടിക്കുകയാണ്. ശരിക്കും കേരളത്തിൽ 108 വിളിച്ചാൽ വരുന്ന ആംബുലൻസ് ഓടിക്കുന്ന ഒരേ ഒരു ലേഡി, ഇറ്റ്സ് ഹർ. പുള്ളിക്കാരിയും ഈ പറഞ്ഞ പോലെ ഓഫ് റോഡ് ഓടിക്കുന്ന ഒരാളാണ്, കോമ്പറ്റീഷൻസിൽ വരാറുണ്ട്, ജെന്യുവിൻലി പാഷനേറ്റ് ആണ്. പിന്നെ ഒരു റിയ ഉണ്ട്, റിയ ബിനോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫ് റോഡറാണ്, പുള്ളിയുടെ മോളാണ്. അപ്പോൾ ഇവരൊക്കെ ഞാൻ ഈ ഇതിലേക്ക് വന്നിട്ട് നമ്മളൊക്കെ കോമ്പറ്റീഷൻസിന് ഇറങ്ങുന്നവരാണ്. ഇവരൊക്കെ ജെന്യുവിൻലി പാഷനേറ്റ് ആയിട്ട് വരുന്നവരാണ്. ഇപ്പോൾ ഈ ദീപ ചേച്ചി എന്ന് പറയുന്നത് ഷീസ് മാനേജിങ് ബോത്ത്, ഇതും ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എല്ലാ കോമ്പറ്റീഷൻസും വരാൻ പറ്റിയെന്ന് വരില്ല, എങ്കിലും ഐ റെസ്പെക്ട് ഹർ സോ മച്ച് ബിക്കോസ് ഷീ ഈസ് വർക്കിംഗ് സോ മച്ച് ഫോർ ദാറ്റ്. റിയ ഓൾസോ, പുള്ളിക്കാരി ടീച്ചറാണ്, ആ കുട്ടിയും ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്നവരാണ് ഇവരെല്ലാവരും. അപ്പം വൈ നോട്ട് യു ഇല്ലേ, നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനുള്ള ക്ഷമയും അതിനുള്ളൊരു, ഇപ്പോൾ നമ്മളല്ലേ ഇപ്പോൾ എൻ്റെ അടുത്ത് ചിലർ ചോദിക്കുന്നു സാറ്റർഡേ സൺഡേ കിട്ടുമ്പോൾ കിടന്ന് ഉറങ്ങിക്കൂടെ ചോദിക്കുന്നവരുണ്ട്. എനിക്ക് ഇതാണ് ഹാപ്പിനെസ് ആയിരുന്നെങ്കിൽ എനിക്ക് ഉറക്കം ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആംഗിളിൽ അങ്ങ് പോവാം. അപ്പോൾ എന്തായാലും മാം ഇത്രയും നേരം മാമിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ചതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മുടെ ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ പ്രേക്ഷകരോട് മാമിന് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്, ഫോളോ യുവർ പാഷൻ. എന്തെങ്കിലും അങ്ങനെ എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനതിൽ വളരെ റീസെൻ്റ്ലിയാണ് എൻ്റെ പാഷൻ ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പോൾ ഞാൻ പണ്ട് എപ്പോഴും വിചാരിക്കും എല്ലാവർക്കും ഉണ്ടാവും, എനിക്ക് എന്താ ഇല്ലാത്ത, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഇറ്റ് നെവർ ലൈക്ക് എൻ്റെ ആ ഒരു ഫയർ എനിക്ക് അതിലുണ്ടായിരുന്നില്ല.
അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലാവോ എന്ന്. പക്ഷേ ദർ ബി വൺ പോയിന്റ് വേർ യു വിൽ റിയലൈസ് യുവർ പാഷൻ ആൻഡ് ഇഫ് യു റിയലൈസ് ഇറ്റ് ആൻഡ് ഇഫ് ദാറ്റ് മേക്സ് യു ഹാപ്പി, ഒരിക്കലും അത് വിടരുത്. ആൻഡ് അതിൽ എന്തൊക്കെ ഓബ്സ്റ്റക്കിൾ വന്നാലും വർക്ക് ടുവേർഡ്സ് ഇറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് എല്ലാവരോടും എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും എല്ലാവർക്കും എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഫോളോ യുവർ പാഷൻ ആൻഡ് വർക്ക് ടുവേർഡ്സ് ഇറ്റ്. ഏതായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര.